അപ്പോൾ നമ്മുടെ ഉള്ളി സാമ്പാർ വെക്കുന്നതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു തക്കാളി, 2 ഉരുളക്കിഴങ്ങ്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാല വേണം. അതിന് 1.5 ടീസ്പൂൺ സാമ്പാർ പൗഡറും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ 3/4 കപ്പ് സാമ്പാർ പരിപ്പ്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊരു 2 വിസിലടിച്ച് വേവിച്ചെടുക്കണം. അതാണ്ട് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. പരിപ്പൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് വറുക്കുന്നതിനായിട്ട് വറ്റൽമുളക്, 2 വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളി. അപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കടുക് വറുത്തെടുക്കണം. അപ്പം ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ തക്കാളി ഇല്ലേ, അതിട്ട് കൊടുക്കണം. നമ്മുടെ തക്കാളി ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം നമ്മുടെ ആ മസാലയിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് മുറിച്ച് കളയരുത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സാമ്പാറിൻ്റെ ആ കഷ്ണങ്ങളില്ലേ, അത് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറുകി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ശകലവും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം ഉപയോഗിക്കാവൂ. പിന്നെ നമ്മൾ ആവശ്യത്തിന് പുളിയും ഉപ്പും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളമായി പോകരുത്. നമ്മുടെ ദോശയ്ക്കും ഇഡലിക്കൊക്കെ കുറുകിയിരിക്കുന്ന സാമ്പാറാണ് നല്ലത്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഏതാണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു അല്പം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുറുകിയിരിക്കണം സാമ്പാർ. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ.